ഇന്ന് നമുക്കൊരു ഫുൾ വീഡിയോ എടുക്കാം. എല്ലാവരും കമൻറ്റിലൂടെ ചോദിച്ചു എന്താ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതെന്ന്. ഞാൻ ഒരുപാട് തവണ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും കൂടുതൽ ഷോർട്സ് ആണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. ഫുൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ. ഞാൻ സാറ്റർഡേ ആണ് ഈ വീഡിയോ എടുക്കുന്നത്. സൺഡേ വോയിസ് ഓവർ എടുത്ത് എഡിറ്റിങ് സെറ്റാക്കുന്നുണ്ട്. പിന്നെയും ഫുൾ വീഡിയോ എടുക്കാത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് സ്വയം വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെയൊക്കെ അവിടെ ഇവിടേക്ക് വെച്ചിട്ട് വീഡിയോ ഓണാക്കും, എന്നിട്ട് അങ്ങ് ക്രാഫ്റ്റൊക്കെ ചെയ്യും. അങ്ങനെയാണ് എൻ്റെ പരിപാടി. ആദ്യം തന്നെ എൻ്റെ ഡെസ്ക് ഒന്ന് ക്ലീനിങ്ങിലോട്ടാണ് പോകുന്നത്. പിന്നെ എൻ്റെ മെമോ പാഡൊക്കെ തീർന്നെടുക്കുകയാണ്. അടുത്ത വീഡിയോ അതായിരിക്കും. ഈടെയായിട്ട് കുറച്ച് കമൻ്റൊക്കെ കാണുന്നുണ്ട്, പിങ്ക് ജേർലിങ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആദ്യം നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് മിക്സഡ് ജേർലിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ബെസ്റ്റ് എന്താ അറിയുക, ഞാൻ ആദ്യം മുതൽ വീഡിയോ എടുക്കുന്നതിന് മുൻപ് തന്നെ ഈ ചാനൽ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരുപാട് ജേർണലിങ് ചെയ്യായിരുന്നു. അതൊക്കെ ഭയങ്കര രസവും കുറേ വെറൈറ്റീസ് അനുഭവങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു. കുറേ ഐറ്റംസൊക്കെ ഞാൻ അന്ന് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് മടിയായിരുന്നേ. ഇനിയിപ്പോൾ ആ ഒരു മടിയൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കണം. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, ലൈക്ക് അടിക്കുക. ഈ ജേർലിങ് എന്ന് പറയുന്നത് കുറേ ടൈപ്പ് ജേർലിങ് ഉണ്ട് കേട്ടോ. ഞാനിവിടെ മൊത്തമായിട്ട് കളർഫുള്ള് നോർമൽ ഒരു ജേർലിങ് ആണ് നോക്കുന്നത്. അടുത്ത വീഡിയോ ചിലപ്പോൾ ഞാൻ ജേർലിങ്ങിൻ്റെ പല ടൈപ്പുള്ള മോഡലായിട്ടായിരിക്കും വരിക. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, ലൈക്കും ചെയ്തോളൂ. ഞാൻ മുന്നത്തെ ഒരു ഷോർട്സ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ ചില സമയത്ത് എനിക്ക് മടുപ്പ് തോന്നും. അപ്പം ഞാൻ ജേർലിങ് ആണ് കൂടുതലും ചെയ്യാറ്. ഏറ്റവും കൂടുതൽ നൈറ്റാണ് ഞാൻ ചെയ്യാറുള്ളത് ജേർലിങ്. ഈ സൺഡേ സാറ്റർഡേ ആകുമ്പോൾ ഞാൻ കുറേ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ പ്ലാൻ ഉണ്ടാക്കും, പക്ഷെ ഒന്നും നടക്കത്തില്ല. കഴിഞ്ഞ സൺഡേയും സാറ്റർഡേയും പറഞ്ഞു വെച്ചതായിരുന്നു എന്തായാലും ഫുൾ വീഡിയോ എടുക്കാൻ, അതും പറ്റിയില്ല. ഈ സാറ്റർഡേയും സൺഡേയും ഞാൻ എന്തായാലും ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഈ സ്റ്റിക്കിനെ ഇട്ട് കണ്ട നല്ല ക്യൂട്ടായിട്ടില്ലേ? ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഷോപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. അതിലേറെ രസം ഇതിൻ്റെ പ്രൈസാണ്. 25 രൂപയാണ് ആകെ ആയത്. മറ്റേത് മീഷോന്നോ ഫ്ലിപ്കാർട്ടിൽ വാങ്ങുമ്പോൾ 120-100 രൂപ വരും. പിന്നെ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഈ ഒരു സ്റ്റിക്കറാണ്. പിന്നെയും ഞാനിത് ഈ ഒരു വാഷി ടേപ്പാണ്. കുറേ മുമ്പുള്ള 8ാം ക്ലാസ്സിനായിട്ട് ഉണ്ടായിരുന്നതാണ്. അതിന് മുമ്പായിട്ട് എല്ലാത്തിലും കമൻറ്റ് വരുന്നുണ്ട് ഞാൻ എത്രയിലാണ് പഠിക്കുന്നതെന്നാണ്. ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലാണ്. കുറേ തവണ കമൻറ്റ് വന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ജേർണൽ ബുക്കിൻ്റെ ഡിസൈൻ നിങ്ങൾ ഷോർട്സ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിന് മേക്ക് ഓവർ കൊടുത്തത് ഞാൻ തന്നെയാണ്. അത് കഴിഞ്ഞ് ഞാൻ ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേടിച്ചതാണ് ഈ ഒരു ക്ലിപ്പ്. ഈ ക്ലിപ്പ് അത്യാവശ്യം നല്ല ഫേമസ് ആയ ഒരു ക്ലിപ്പാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ മേടിച്ചതാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഈ പേസ്റ്റൽ കളറുള്ള റിബൺ അങ്ങ് മേടിച്ചു. പിന്നെ ഒരു ബ്രേസ്ലെറ്റും കൂടെ അങ്ങ് മേടിച്ചു. അങ്ങനെ ഈ സൺഡേയും കൂടി ഞാൻ ചെറിയൊരു ഷോപ്പിംഗ് അങ്ങ് നടത്തി. എൻ്റെ ചാനൽ ആദ്യം മുതലേ കാണുന്നവർക്ക് അറിയായിരിക്കും ഈ ഒരു ക്യാഷ് പൗച്ച്. അല്ല, നിങ്ങൾ അതിലൊക്കെ ക്യാഷ് ഇട്ട് വെക്കാറുണ്ടോ? ഞാനതിൽ ക്യാഷ് ഇട്ടു, പക്ഷെ അത് എടുക്കേണ്ടി വന്നു. വെറുതെ അല്ല, ക്രാഫ്റ്റിനുള്ള ഐറ്റംസ് വാങ്ങാൻ വേണ്ടി മാത്രമാണ്. ഇനി ഒരു വാഷി ടേപ്പ് ഓർഗനൈസർ സെറ്റാക്കാം. എൻ്റെ അടുത്ത് അധികം വാഷി ടേപ്പ് ഒന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ടഫായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു മടി, അത്ര തന്നെ ഉള്ളൂ. എന്നാലും ഞാൻ സ്കൂളിലൊക്കെ ചെന്നിട്ട് ഫ്രീ പീരീഡ് ഉള്ള ടൈം ഈ വാഷി ടേപ്പ് ഇങ്ങനെ ഉണ്ടാക്കും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് സെറ്റാക്കി അങ്ങ് എടുക്കും. പിന്നെ എങ്ങനെയാണ് വാഷി ടേപ്പ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ട് ഒന്ന് കണ്ടു നോക്കുക. ഒരു A4 എടുക്കുക, എന്നിട്ട് കൃത്യമായിട്ടുള്ള അളവിന് എടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് 2-3 തവണയാണ് ഈ ഒരു ബോക്സ് ഉണ്ടാക്കാൻ നോക്കുന്നത്. കൃത്യമായിട്ടുള്ള അളവിന് എടുക്കാൻ നോക്കുക. എന്നാൽ പിന്നെ ബോക്സ് നല്ല രീതിയിൽ തന്നെ കിട്ടും. അല്ല ഞാൻ വളഞ്ഞു പോയി എന്നിരിക്കും. അങ്ങനെ 2 ഭാഗം ഒന്ന് ഗ്ലൂ തേച്ച് ഒട്ടിച്ചു കൊടുത്താൽ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാപ്ലെയർ പിന്ന് ഉപയോഗിച്ചൊന്ന് അടിച്ചു കൊടുത്താലും മതി. ഞാൻ ഈ ഷോർട്സിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ വാഷി ടേപ്പ് ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും ചോദിച്ചു അതെന്തിനാണ് സ്റ്റാപ്ലെയർ പിന്ന് വെച്ചിട്ട് അടിക്കുന്നത്, നേരിട്ട് ഒരു ടേപ്പ് പോലെ ഒട്ടിച്ചാൽ പോരെയെന്ന്. അതുകൊണ്ടല്ല, അത് ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഗ്ലൂ ഒക്കെ കഴിയുമ്പോൾ പറ്റി കുറച്ച് കേട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഉപകാരമാവും ചെയ്യും. കുറച്ച് സിമ്പിളായിട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പം നമ്മളത് ട്രൈ ചെയ്യുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വാഷി ടേപ്പും കൂടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റിക്കറും കൂടി ഒട്ടിച്ചയച്ചാൽ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും